അജ്മലിന്റെ ദി ബോർഡർ ഓഫ് എ മൈൻഡ്.com എന്ന സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംസാര പരമ്പരയുടെ പുതിയൊരു ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതെ, സ്വാഗതം. ഈ ദി ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും അജ്മൽ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരിടമാണല്ലേ? ഒരു ഡിജിറ്റൽ സ്പേസ്. അതെ, വെറും ഒരു ബ്ലോഗല്ല. അദ്ദേഹത്തിന്റെ ചിന്തകൾ, പിന്നെ എഴുത്തുകൾ, കല, അങ്ങനെ പലതും പങ്കുവെക്കുന്നൊരിടം. ജിജ്ഞാസയും അത്ഭുതവും ഒക്കെ കണ്ടെത്താൻ പറ്റിയൊരു ലോകം. ശരിയാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് അദ്ദേഹത്തിന്റെ ദി റോറിംഗ് സെർട്ടനിറ്റി എന്ന തലക്കെട്ടിലുള്ള, അതായത് ഗർജിക്കുന്ന നിശ്ചയദാർഢ്യം എന്ന് പറയാവുന്ന അടുത്തിടെ വന്നൊരു പോസ്റ്റാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഇതിന്റെ ഒരു പ്രധാന ആശയം എന്താ വെച്ചാൽ, ഒരാൾക്കൊരു ലക്ഷ്യം ഭയങ്കര സ്ട്രോങ് ആവുമ്പോൾ പുറത്തു നിന്നുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതാവുന്നു, അല്ലേ? അതെ അതെ. മറ്റുള്ളവരുടെ സംശയങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്കോ അതൊന്നും പിന്നൊരു വിഷയമല്ലാതായി മാറുന്നു. ഇവിടെ അജ്മൽ പറയുന്നൊരു കാര്യം, അതായത് ഈ ലക്ഷ്യബോധം ഒരു തരം ഉള്ളിലെ തീ പോലെയാണ്. ഒരു ആന്തരിക അഗ്നി. അതെ, ആന്തരിക അഗ്നി. അത് നമ്മളിലെ പേടിയും മടിയുമൊക്കെ ശരിക്കും ഇല്ലാതാക്കാൻ സഹായിക്കും. നല്ല ഫോക്കസ് തരും, മുന്നോട്ട് പോകാൻ ഒരു ഊർജം തരും. അപ്പോൾ പിന്നെ പുറത്തുനിന്നുള്ള അതൊന്നും നമ്മളെ ബാധിക്കില്ല. ദുർബലമാവുക ശബ്ദങ്ങൾ. അത് കൊള്ളാം. അതായത് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശക്തി കിട്ടുമ്പോൾ പുറമേ നിന്ന് ആരെങ്കിലും അംഗീകരിക്കണം എന്നുള്ളൊരു തോന്നല് അത് കുറയും. തീർച്ചയായും. ആ ഒരു വാചകം ശ്രദ്ധേയമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഗർജിക്കുന്ന നിശ്ചയദാർഢ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വെറും നേർത്ത മന്ത്രങ്ങൾ മാത്രമാണ്. അത് ഭയങ്കര ശക്തമായി തോന്നി. വളരെ പവർഫുൾ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അങ്ങനെ ഒരു മാനസികാവസ്ഥ കിട്ടിയാൽ കിട്ടുന്ന ഫോക്കസ് നിങ്ങൾക്ക് ഓർക്കാനാവുന്നുണ്ടോ? തീർച്ചയായും. അത് നമ്മളെ അടുത്ത ചോദ്യത്തേക്ക് എത്തിക്കുന്നു. അതായത് ഈ ലക്ഷ്യബോധം നമ്മുടെ ശ്രദ്ധയെ എങ്ങനെയാണ് ഇത്ര മൂർച്ച കൂട്ടുന്നത്? ശരിയാണ്. അജ്മൽ പറയുന്ന പോലെ നമ്മൾ ആ ലക്ഷ്യത്തോട് പൂർണ്ണമായി അങ്ങ് ചേരുമ്പോൾ പിന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ നമുക്ക് സമയമോ ഊർജമോ ഉണ്ടാവില്ല. ആ യാത്ര മാത്രമായിരിക്കും പ്രധാനം. അതെ, ആ യാത്ര മാത്രം. പിന്നെ രസകരമായൊരു കാര്യം, അദ്ദേഹം ഈ പോസ്റ്റിലെ കല, അനുഭവങ്ങൾ, തത്വചിന്ത, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഓ, ശരിയാണല്ലോ. അപ്പോ ഇത് വെറുമൊരു ലക്ഷ്യം നേടുന്നതിനെ പറ്റി മാത്രമല്ല, ഒരു ജീവിത വീക്ഷണം പോലെയാണ് അദ്ദേഹം ഇതിനെ കാണുന്നതെന്ന് തോന്നുന്നു. ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു ചിന്തകന് ഈ പറയുന്ന ഗർജിക്കുന്ന നിശ്ചയദാർഢ്യം എത്രത്തോളം സഹായകമാവും, അല്ലേ? അതെ അതെ, ശരിയാണ്. അപ്പൊ അത് ലക്ഷ്യം നേടുന്നത് മാത്രമല്ല, ആ യാത്രയിൽ നമ്മൾ അനുഭവങ്ങളെയും ചിന്തകളെയും കലയെയും ഒക്കെ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചും കൂടെയാണ്. അദ്ദേഹത്തിന്റെ സൈറ്റിൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. തീർച്ചയായും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ സംസാരം പ്രധാനമായും അജ്മലിന്റെ ദി റോറിംഗ് സെർട്ടനിറ്റി എന്ന ആ എഴുത്തിനെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ചിന്തകളും അതുപോലെ കല, മറ്റ് എഴുത്തുകൾ, പോഡ്കാസ്റ്റുകൾ, ഇതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ദി ബോർഡർ ഓഫ് എ മൈൻഡ്.com സന്ദർശിക്കുന്നത് എന്തായാലും നല്ലതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു തനതായ ശൈലിയിലുള്ള കാര്യങ്ങൾ അവിടെ കാണാം. അതെ, തീർച്ചയായും. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിന്തകളും മറ്റു വർക്കുകളും ഒക്കെ അറിയാൻ നിങ്ങൾക്ക് ആ സൈറ്റ് നോക്കാവുന്നതാണ്. അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളുമായി ഞങ്ങൾ ഈ പരമ്പരയിൽ വീണ്ടും എത്തും. പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ പറയുന്ന ഗർജിക്കുന്ന നിശ്ചയദാർഢ്യം എല്ലായ്പ്പോഴും നല്ലതാണോ? അതോ ചിലപ്പോഴൊക്കെ നമ്മൾ പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങൾക്കും ഒന്ന് ചെവി കൊടുക്കേണ്ടതുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അടുത്ത ചർച്ചയിൽ കാണാം.